ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോസിസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.76% ഇടിഞ്ഞ് 1865 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.02, ഡിവിഡൻഡ് ഈൽഡ് 2%, 52 വീക്ക് ഹൈ 1903, 52 വീക്ക് ലോ 1351. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, GST ഡിപ്പാർട്ട്മെൻറ്റ് റീസെൻ്റ്ലി ഇൻഫോസിസിൽ നിന്നും $4 ബില്യൺ ടാക്സ് ഡിമാൻഡ് ചെയ്തിരുന്നു. ഈ ടാക്സ് ഡിമാൻഡിനെ GST സെഷൻ പിൻവലിക്കുന്നു എന്നുള്ള അപ്ഡേറ്റാണ്. സെപ്റ്റംബർ 9 ചേർന്ന GST കൗൺസിൽ മീറ്റിംഗിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ അല്ലെങ്കിൽ ഫോർമൽ ഡിസിഷൻ വരിക. റീസെൻ്റ്ലി ഇൻഫോസിസിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ ടോപ്പ് ബ്യൂറോക്രാറ്റ്സുമായും ഈ ടാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. കൂടാതെ ഇൻഫോസിസിന് മുകളിൽ ഇത്രയും വലിയ ടാക്സ് ചുമത്തിയത് കോർപ്പറേറ്റ് ലോകത്ത് പല ക്രിറ്റിസിസത്തിനും വഴിതെളിക്കുകയും ചെയ്തിരുന്നു. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ടെക്നിക്കലി ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ ഒരു പ്രൈസ് റിജക്ഷൻ വരാനുള്ള സാധ്യതയുമുണ്ട്. 1900 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഈ റെസിസ്റ്റൻസ് സോണിൽ നിന്നും പ്രൈസ് റിജക്ഷനുമായി ബന്ധപ്പെട്ട ക്യാൻഡിൽ ഫോർമേഷൻ വരികയും ചെയ്തു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1800, 1750 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഉയർന്ന് 259 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 69,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.82, 52 വീക്ക് ഹൈ 310, 52 വീക്ക് ലോ 50. ഇറാഡയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, വരും സമയങ്ങളിൽ ഇറാഡയുടെ 10% സ്റ്റേക്കുകൾ ഗവൺമെൻറ് OFS വഴി സെൽ ചെയ്തേക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ്. കമ്പനിയുടെ CMD CNBZ ആവാസിന് നൽകിയ മീറ്റിംഗിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയത്. റീസെൻ്റ്ലി ഇറാഡ എന്ന കമ്പനി FPO വഴി 4,500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫണ്ട് റേസിനോടൊപ്പം തന്നെ കമ്പനിയിൽ ചിലപ്പോൾ OFSഉം വരാൻ സാധ്യതയുണ്ട്. ഫണ്ട് റേസിങ്ങുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഓഗസ്റ്റ് 29 വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാഡ 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 500 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി എന്ന ഇന്ത്യയുടെ അംബീഷ്യസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻ നൽകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ടാണ് ഇറാഡയെ വിലയിരുത്തുന്നത്. കൂടാതെ പ്രതിവർഷം 50 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ആഡ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. ഇറാഡ 2023 നവംബർ മാസത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റഡായി. സ്റ്റോക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകി. 32 രൂപയിൽ നിന്നും സ്റ്റോക്ക് 310 രൂപയിലേക്ക് ഉയരുകയും ഇൻവെസ്റ്റേഴ്സിന് 420% റിട്ടേൺ നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇറാഡയുടെ ലോൺ ഗ്രോത്തിലും മികച്ച രീതിയിലുള്ള വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 383 കോടിയായി ഉയരുകയും ചെയ്തു. ഫസ്റ്റ് ക്വാർട്ടറിലെ ലോൺ സാങ്ഷൻ 1892 കോടിയിൽ നിന്നും 9,210 കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 3,173 കോടിയിൽ നിന്നും 5,325 കോടിയിലേക്ക് ഉയർന്നു. ലോൺ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ ഒരു വർഷം കൊണ്ട് കമ്പനിയുടെ ലോൺ ബുക്ക് 47,206 കോടിയിൽ നിന്നും 63,206 കോടിയിലേക്കാണ് ഉയർന്നത്. ടെക്നിക്കലി ഇറാഡ എന്ന സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചതാണ്. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 250 എന്ന സപ്പോർട്ടിനെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. 250 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞ് 225, 215 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. 250 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.